കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. എന്റെ ഫേവറേറ്റ് ജ്വല്ലറി ഷോപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ വെബ്സൈറ്റ് ക്രാഷ് ആയി. ആരാണ് ഇതിന് ഉത്തരവാദി? ഇഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീം പ്രോപ്പറായി ടെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് സ്മൂത്ത് ആയി പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. സോ നിങ്ങൾ ഒരു ടെസ്റ്റർ ആണെങ്കിൽ എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നതിന് പ്ലാൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. സോ വെൽക്കം ടു അവർ വീഡിയോ 7 principles of software testing you need to know. So our first principle is testing shows the presence of defects. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന്റെ ഗോൾ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റിനെ ഫെയിൽ ആക്കുക എന്നതാണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എപ്പോഴും ഡിഫെക്ട്സിന്റെ പ്രസൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, നോട്ട് ആബ്സെൻസ് ഓഫ് ഡിഫെക്ട്സ്, വിച്ച് മീൻസ് യു കനോട്ട് സേ ദർ ഇസ് നോ ബഗ് ഇൻ യുവർ ആപ്ലിക്കേഷൻ. ഉദാഹരണം, ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിന്റെ പേയ്മെന്റ് പേജ് കൺസിഡർ ചെയ്യാം. ടെസ്റ്റിംഗ് സമയത്ത് ക്രെഡിറ്റ് കാർഡ് നമ്പർ നൽകുമ്പോൾ സിസ്റ്റം 16 ഡിജിറ്റ്സ് മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ എന്ന് കണ്ടെത്തിയേക്കാം. ഇഫ് മോർ ദാൻ 16 ഡിജിറ്റ്സ് ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നും മേ ബി ഫൈൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. അതിനെല്ലാം പ്രോപ്പർ ആയിട്ട് വാലിഡേറ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. സോ ഇങ്ങനെ റിജക്ട് ചെയ്യുന്നതും അക്സെപ്റ്റ് ചെയ്യുന്നതും എല്ലാം ടെസ്റ്റിംഗിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ നമുക്കൊരിക്കലും ഈ പേയ്മെന്റ് പേജിൽ ഇതല്ലാതെ മറ്റൊരു ഡിഫക്റ്റ് ഇല്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് ടെസ്റ്റിംഗ് ഓൾവേസ് സ്പീക്സ് അബൌട്ട് ദി പ്രസൻസ് ഓഫ് ഡിഫെക്ട്സ്, നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഡിഫെക്ട്സ്. ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നോക്കാം. എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് ഇസ് ഇംപോസിബിൾ. ആദ്യം തന്നെ എന്താണ് ഈ എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് എന്ന് നോക്കാം. ഒരു ലോഗിൻ പേജ് ഉദാഹരണമായിട്ട് എടുക്കാം. അവിടെ ഒരു യൂസർ നെയിം ഫീൽഡും ഒരു പാസ്വേഡ് ഫീൽഡും കൺസിഡർ ചെയ്യാം. സപ്പോസ് യൂസർ നെയിം ഫീൽഡിൽ 5 ക്യാരക്ടേഴ്സ് ആണ് അക്സെപ്റ്റഡ് ആയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് അവിടെ വരാൻ ചാൻസ് ഉള്ളത്? A to Z വരെയുള്ള എല്ലാ ക്യാരക്ടേഴ്സിലെ ലെറ്റേഴ്സ് പല കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് ഇവിടെ ഇൻപുട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കുമോ? ഇല്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ടെസ്റ്റ് കേസസും അവിടെ ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളത്. സോ അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള, അതായത് 5 ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ 5 ക്യാരക്ടേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അതിന്റെ കുറച്ച് കോമ്പിനേഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. മോർ ദാൻ 5 നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതുപോലെ ലെസ് ദാൻ 5 കുറച്ച് കോമ്പിനേഷൻസ് ടെസ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാ ടെസ്റ്റ് കേസസും അവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല, ബട്ട് നമുക്ക് അവിടെ അസ്യൂം ചെയ്യാൻ പറ്റും. സോ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതും അങ്ങനെയുള്ള എല്ലാ ഇൻപുട്സിനെയും പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എക്സോസ്റ്റീവ് ടെസ്റ്റിംഗ് ഈസ് നോട്ട് പോസിബിൾ എന്നുള്ളത്. ഇനി മൂന്നാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് കടക്കാം. ഏർലി ടെസ്റ്റിംഗ്. ഏർലി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസിനെ ഇനിഷ്യൽ ഫേസ് ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിനാണ്. സോ ആ ഡെവലപ്മെന്റ് പ്രോസസ്സ് എൻഡ് ചെയ്യുന്നിടം വരെ നമ്മൾ കാത്തു നിൽക്കില്ല. ഏറ്റവും ബിഗിനിങ് സ്റ്റേജ്, അതായത് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? റിക്വയർമെന്റ് അനാലിസിസ് ആണ് അല്ലെ. സോ ആ റിക്വയർമെന്റ് അനാലിസിസ് സ്റ്റേജ് മുതൽ ടെസ്റ്റിംഗ് അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സോ ഡെവലപ്മെന്റ് ഫേസിൽ തന്നെ ഡിഫെക്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അവിടെ ലെസ് എക്സ്പെൻസസ് മാത്രമേ ആകുകയുള്ളൂ. സോ പ്രോജക്റ്റ് പ്രോഗ്രസ് ആകുന്നതിനനുസരിച്ച് ഡിഫെക്ട്സ് കോസ്റ്റ് ഇൻക്രീസ് ആകുന്നു. അപ്പൊ നമുക്ക് പറയാം എന്ത്? അതവിടെ ലെസ് എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ റീവർക്ക് അവിടെ റെഡ്യൂസ് ആകുന്നു. അതാണ് സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റ് റിക്വയർമെന്റിൽ എന്തെങ്കിലും ഗ്യാപ്സ് അല്ലെങ്കിൽ മിസ്സിംഗ് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അത് വളരെ നേരത്തെ ഐഡന്റിഫൈ ചെയ്ത് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പൊ അങ്ങനെ വളരെ നേരത്തെ ഡിഫെക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുകയും ഫിക്സ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ലഭിക്കുന്നത്? ഒരു ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. സോ അതാണ് മൂന്നാമത്തെ ബെനിഫിറ്റ്, ദാറ്റ് ഇംപ്രൂവ്സ് ക്വാളിറ്റി. സോ ഇത് മൂന്നുമാണ് ബെനിഫിറ്റ്സ് ഓഫ് ഏർലി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇമാജിൻ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ ടെസ്റ്റേഴ്സ് ഇതിന്റെ റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ് വെരിഫൈ ചെയ്യുകയും അതിൽ ഇൻവാലിഡ് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ഹാൻഡിൽ ചെയ്യുവാനുള്ള കാര്യം മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് അസ്യൂം ചെയ്യുകയും ചെയ്യുന്ന പോലെ നമുക്ക് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പൊ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസ്, അതായത് മേ ബി റിക്വയർമെന്റ് ഡോക്യുമെന്റിൽ ക്ലയന്റിന്റെ സൈഡിൽ നിന്ന് ആ 16 ഡിജിറ്റ് ക്രെഡിറ്റ് കാർഡ്സ് വാലിഡേറ്റ് ചെയ്യണം എന്നുള്ള റിക്വയർമെന്റ് ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഇൻവാലിഡ് ഡേറ്റ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ബഗ്ഗായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ റിക്വയർമെന്റ് അനാലിസിസ് ഫേസിൽ തന്നെ ടെസ്റ്റേഴ്സ് എന്താണ് ചെയ്യുന്നത്? അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് മീറ്റിംഗ് വെച്ച് ഡിസ്കഷൻ വെച്ചിട്ട് നമുക്ക് അവിടെ ഏർലി സ്റ്റേജിൽ തന്നെ അതിനെ റിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനിയും നമുക്ക് അടുത്ത പ്രിൻസിപ്പിൾ ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്, ഡിഫെക്ട് ക്ലസ്റ്ററിംഗ്.
A small number of modules contain majority of defects in a system. ഇതാണ് ഡിഫക്ട് ക്ലസ്റ്ററിംഗ് ആക്ച്വലി. ഇവിടെ പരേറ്റോ പ്രിൻസിപ്പിൾ ആണ്, ദാറ്റ് ഇസ് 80 റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ 80% ഡിഫക്ട്സും മൊഡ്യൂൾസിന്റെ 20%-ത്തിലാണ് കാണപ്പെടുന്നത് എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ, ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ടെസ്റ്റിംഗ് ടീം ഈ ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിലെ 80% ഡിഫക്റ്റും ഫണ്ട് ട്രാൻസ്ഫർ മൊഡ്യൂളിലാണ് ഐഡന്റിഫൈ ചെയ്തത് എന്ന് കൺസിഡർ ചെയ്യാം. ഇതിന് കാരണം നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഈ പറയുന്ന ഫണ്ട് ട്രാൻസ്ഫർ മൊഡ്യൂളിൽ ലെറ്റ് us assume ഇവിടെ കുറച്ച് ഡിഫക്ട്സ് നമ്മൾ ഫൈൻഡ് ചെയ്തു, ലൈക്ക് ഇൻകറക്റ്റ് ട്രാൻസാക്ഷൻ എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നു, ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ലോഡ് ആവുന്നില്ല, അതേപോലെ ചില UI ഗ്ലിച്ചസ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നത് ഈ മൊഡ്യൂളിന് ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, ലൈക്ക് കോംപ്ലക്സ് കാൽക്കുലേഷൻസ്, ഇന്റഗ്രേഷൻസ് വിത്ത് തേർഡ് പാർട്ടി പേയ്മെന്റ് ഗേറ്റ്വേസ്, അതേപോലെ മൾട്ടിപ്പിൾ മൊഡ്യൂൾസുമായിട്ട് ഈ പെർട്ടിക്കുലർ മൊഡ്യൂളിനെ ഇന്റഗ്രേറ്റ് ചെയ്തത് കൊണ്ടായിരിക്കാം ഇവിടെ ഒരു ഡിഫക്ട് പ്രോൺ ഏരിയ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ? ഇങ്ങനെയുള്ള ഡിഫക്ട് പ്രോൺ ഏരിയാസിനെ ഐഡന്റിഫൈ ചെയ്യുകയും അവിടെ കൂടുതൽ റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് ഡിഫക്ട് ക്ലസ്റ്ററിംഗ്. സോ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് പെസ്റ്റിസൈഡ് പാരഡോക്സ്. ബോറിസ് ബേസർ അദ്ദേഹത്തിന്റെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ടെക്നിക്സ് എന്ന ബുക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് കോൺസെപ്റ്റ് ആണ് പെസ്റ്റിസൈഡ് പാരഡോക്സ്. ഒരു ടെസ്റ്റ് കേസസ് എഗെയിൻ ആൻഡ് അഗെയിൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായും ഡിഫക്റ്റിനെ ഫൈൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്ത്? ടെസ്റ്റ് കേസസ്. നമ്മൾ പുതിയതായിട്ട് എന്തൊരു എൻഹാൻസ്മെന്റ് കൊണ്ടുവന്നാലും ആ എൻഹാൻസ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റ് കേസസ് നമ്മളുടെ ടെസ്റ്റ് കേസസ് ഡോക്യുമെന്റിൽ അപ്ഡേറ്റ് ചെയ്യുക. സോ ആ അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വീണ്ടും പ്രോഡക്റ്റ് റൺ ചെയ്യുമ്പോൾ പുതിയ പുതിയ ഇഷ്യൂസിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് പെസ്റ്റിസൈഡ് പാരഡോക്സിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫേസ് ആണ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ്. ടെസ്റ്റിംഗ് എപ്പോഴും കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? പല ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷന് പല സ്ട്രാറ്റജീസ് ആയിരിക്കണം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ടെസ്റ്റ് ചെയ്യുമ്പോൾ. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനും ഒരു ബാങ്കിങ് ആപ്ലിക്കേഷനും എടുക്കാം. സോ ഇവിടെ നമ്മളുടെ ഫോക്കസ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും UI/UX ടെസ്റ്റിംഗിലായിരിക്കും. കാര്യം ഒരു സ്മൂത്ത് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് കസ്റ്റമേഴ്സിന് എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ ഒരു ഹൈ ട്രാഫിക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പെർഫോമൻസ് ടെസ്റ്റിംഗും മസ്റ്റ് ആയിട്ടും നടത്തിയിരിക്കണം. അതുപോലെ ട്രാൻസാക്ഷൻസ് സ്മൂത്ത് ആയിട്ടാണോ നടക്കുന്നത് എന്നറിയാനായിട്ട് പേയ്മെന്റ് ഗേറ്റ്വേ മസ്റ്റ് ആയിട്ടും തറോലി ടെസ്റ്റഡ് ആയിരിക്കണം. ബാങ്കിങ് ആപ്ലിക്കേഷൻ ആണെങ്കിലോ നമ്മൾ അവിടെ സെക്യൂരിറ്റി ടെസ്റ്റിംഗ് ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. സെൻസിറ്റീവ് ഫിനാൻഷ്യൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അവിടെ എൻഷുർ ചെയ്യുന്നത്. അതുപോലെ ഹൈ അവൈലബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് ലോഡ് ടെസ്റ്റിംഗും അതുപോലെ കംപ്ലീറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ചാണോ നമ്മളുടെ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കോംപ്ലിയൻസ് ടെസ്റ്റിംഗും നമ്മളവിടെ ഫോക്കസ് ചെയ്യുന്നു. ഇനിയും നമുക്ക് ഒരു വിത്തിൻ ഒരു ആപ്ലിക്കേഷൻ, അതായത് ഒരു ആമസോൺ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ 2 രീതിയിലായിരിക്കും നമുക്ക് ടെസ്റ്റിംഗ് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. ഒരു ഫിസിക്കൽ പ്രോഡക്ട്സും ഡിജിറ്റൽ പ്രോഡക്ട്സും ആമസോൺ പോലെയുള്ള ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവിടെ ചെക്ക് ചെയ്യേണ്ട ഒരു പെർസ്പെക്റ്റീവ്? ഫിസിക്കൽ പ്രോഡക്ട്സിലാവുമ്പോൾ കൂടുതലായിട്ടും നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് വിസിബിൾ ആണോ, പ്രോഡക്റ്റിനെ നമുക്ക് ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ടോ, അതിനെ കാർട്ടിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ക്വാണ്ടിറ്റീസ് കൂട്ടാൻ പറ്റുന്നുണ്ടോ, പേയ്മെന്റ് ഗേറ്റ്വേ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോസസ്സിംഗ് നന്നായിട്ട് നടക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ആയിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണെങ്കിലോ ഈ പറയുന്ന പ്രോസസ്സുകൾ, നമ്മൾ ഫിസിക്കൽ പ്രൊഡക്റ്റിൽ ചെയ്ത എല്ലാ പ്രോസസ്സുകളും നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യണം. അതിന്റെ കൂടെ ഇപ്പൊ ഒരു ബുക്സ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക എന്ന് കൺസിഡർ ചെയ്യാം. ബുക്സിന്റെ കേസിൽ നമുക്ക് ആ കണ്ടന്റ് ഒരിക്കലും യൂസറിന് കാണാൻ സാധിക്കരുത്. മേ ബി ആ ഒരു ബുക്കിന്റെ കവർ, സമ്മറി, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ഡേറ്റ യൂസറിന് വിസിബിൾ ആയിരിക്കണം. അതേപോലെ തന്നെ അതിനെ പറ്റിയിട്ടുള്ള ബുക്സിനെ പറ്റിയിട്ടുള്ള റിവ്യൂ, അതുപോലെ കാർട്ടിലേക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടെസ്റ്റ് ചെയ്യണം. പക്ഷെ വൺസ് യൂസർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് ആയിട്ട് ജനറേറ്റ് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ ഒക്കെ നമുക്ക് ഈ ഒരു ഡിജിറ്റൽ പ്രൊഡക്ട്സിന്റെ കേസിൽ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വിത്തിൻ ആൻ ആപ്ലിക്കേഷൻ തന്നെ നമ്മൾ അവിടെ 2 സ്ട്രാറ്റജിയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. സോ ദിസ് വൺ ഇസ് ദ ലാസ്റ്റ്, ആബ്സെൻസ് ഓഫ് എറർ ഫാലസി. ഒരു പ്രോഡക്റ്റ് 99% ബഗ് ഫ്രീ ആയിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ
പക്ഷെ അത് യൂസർ റിക്വയർമെന്റിനോട് മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് ഒരു യൂസും ഇല്ല, അല്ലെ? ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഒരു എയർലൈൻ കമ്പനി ഒരു ഫ്ലൈറ്റ് ബുക്കിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു എന്ന് കൺസിഡർ ചെയ്യുക. വളരെ തറവായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ അവർ ടെസ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പൊ മേ ബി അവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു തരത്തിലുള്ള ക്രാഷസോ ഒരു പെർഫോമൻസ് ഇഷ്യൂസോ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കൂടാതെ എല്ലാ ബട്ടൺസും ലിങ്ക്സും ആസ് എക്സ്പെക്ടേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. ഒരു തരത്തിലുള്ള സെക്യൂരിറ്റി ഇഷ്യൂസും നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. പേയ്മെന്റ് ട്രാൻസാക്ഷൻ വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. ഇങ്ങനെ കുറെ സീനറീസ് ഉണ്ട്. അതായത് ആപ്ലിക്കേഷൻ വൈസ് നോക്കുമ്പോഴത്തേക്കും ഒരു തരത്തിലുള്ള ഡിഫക്റ്റിനെയും ടെസ്റ്റേഴ്സിന് അവിടുന്ന് ഫൈൻഡ് ചെയ്യാനായിട്ട് പിന്നീട് പറ്റുന്നില്ല. കാരണം അത്രയും ഥറോലി അത് ടെസ്റ്റഡ് ആണ്. പക്ഷെ ഇത് മാർക്കറ്റിലേക്ക് ഡിപ്ലോയ് ചെയ്തതിന് ശേഷം കസ്റ്റമറിന് മേ ബി ഒരു റൗണ്ട് ട്രിപ്പ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷന്റെ യൂസ് അവിടെ വെച്ച് നിന്നു, അല്ലെ? അതായത് വൺ വേ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. മേ ബി ടെസ്റ്റേഴ്സും ഡെവലപ്മെന്റ് ടീമും ആ ഒരു രീതിയിലായിരിക്കും റിക്വയർമെന്റ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ചാണോ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതായിരിക്കും അവിടെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സോ ഈ റൗണ്ട് ട്രിപ്പ് ബുക്കിംഗ്സ് ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് ഈ പെർട്ടിക്കുലർ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ കംപ്ലീറ്റ്ലി അവിടെ ഒരു ബിസിനസ് ലോസ് ആണ് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, ഈവൻ ദോ ടെക്നിക്കലി 99% ബഗ് ഫ്രീ ആണെങ്കിലും അത് ക്രിട്ടിക്കൽ കസ്റ്റമർ റിക്വയർമെന്റിനെ മീറ്റ് ചെയ്യാനായിട്ട് ഫെയിൽ ആകുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കലി നമുക്ക് ഈ ഒരു ടൈപ്പ് ഓഫ് യൂസേഴ്സിന് നമ്മളുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതുമല്ല. സോ ഇൻ കൺക്ലൂഷൻ, ഈ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്താൽ മാത്രമേ ഒരു ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. സോ റിമെമ്പർ, ദ ബെസ്റ്റ് സോഫ്റ്റ്വെയർ ഈസ് നോട്ട് വൺ വിത്ത് ദ സീറോ ഡിഫെക്ട്സ്, ബട്ട് ദ വൺ ദാറ്റ് മീറ്റ്സ് യൂസർ നീഡ്സ് ഫ്ലോലെസ്ലി. താങ്ക് യു.